നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്പെഷ്യൽ ഐറ്റവുമായിട്ടാണ്. ഒരു സ്പെഷ്യൽ കടച്ചക്ക ഫ്രൈ ആണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കടച്ചക്ക ചെറിയ പീസുകളായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് നമ്മളൊരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ചേർത്ത് വെള്ളം ഒഴിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിന് ഞാനൊന്ന് അടുപ്പേ വെച്ചൊരു 10 മിനിറ്റ് ഈ കടച്ചക്ക മാത്രമായിട്ടൊന്ന് വേവിക്കണം. ആ സമയം കൊണ്ട് ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള മറ്റു സാധനങ്ങളെല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. തക്കാളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, സബോള അരിഞ്ഞു വെച്ചിട്ടുണ്ട്, പിന്നെ ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഇത്രയും സാധനങ്ങൾ ഞാൻ റെഡിയാക്കി വെച്ചു. ഇനി അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചു. പാൻ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് ആവശ്യമായ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. ഇനി നമ്മൾ എണ്ണ ചൂടാവാൻ വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് നമ്മളവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി ഞാനത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുവാണ്. അത് കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് ഒന്ന് അതൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിൽ ഞാൻ ഉള്ളി മുഴുവനോടെയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഉള്ളി അരിഞ്ഞിട്ടില്ല. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാം. ഞാനിവിടെ മുഴുവനോടെ ഉള്ളി ഇട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പം ഞാൻ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തു. ഇനിയിപ്പം നമുക്ക് ഇതിനകത്തേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പം ഞാൻ അതിനകത്തേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർക്കാൻ പോവുകയാണ്. അപ്പം ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ടാണ് ഉപ്പ് ചേർത്തത്. അത് കഴിഞ്ഞ് ഉപ്പ് ചേർത്ത് കഴിഞ്ഞിട്ട് ഇനി ഞാൻ അതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുവാണ്. തക്കാളിയും ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തേക്ക് അടുത്തതായിട്ട് ചേർക്കേണ്ടത് അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോളയാണ്. അപ്പോൾ തക്കാളി ചേർത്ത് കഴിയുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടാണ് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോള ഇവിടെ ചേർക്കാൻ പോണേ. അപ്പോൾ അതുകൂടി ചേർത്തിട്ട് നമ്മളിതിനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ആ ഉള്ളിയും തക്കാളിയും ഒക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി വരണം. ആ സബോളയുടെ നിറമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നമ്മളൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. എന്നിട്ടാണ് നമ്മൾ ഇതിനകത്തേക്ക് ആവശ്യമായ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുകയുള്ളൂ. അപ്പോൾ അതുവരെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഏകദേശം ഒരു ബ്രൗൺ നിറമാകുന്നത് വരെ ഇളക്കണം. ഇപ്പം ഏകദേശമൊക്കെ ഒരു നിറമൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട്. അപ്പം നമ്മളിനി ഇതിനകത്തേക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിനകത്തേക്ക് ആദ്യമായിട്ട് ചേർക്കാൻ പോണ കാശ്മീരി മുളക് പൊടിയാണ്. ഞാൻ 2 സ്പൂൺ പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. പിന്നെ അടുത്തതായിട്ട് 2 സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തു. ഇനി ഇതിൽ പ്രത്യേകിച്ച് വേറെ മസാലകളൊന്നും ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. ഇത്രയും പൊടികൾ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. വേറെ ചിക്കൻ മസാലയോ അങ്ങനെയുള്ള ഒന്നും ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പം ഞാൻ ഇത് നന്നായിട്ടൊന്ന് ഈ പൊടികളെല്ലാം മൂത്ത് വരുന്നത് വരെ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. പൊടികളുടെ എല്ലായിടത്തും പാകമാകുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നമ്മളതൊന്ന് നന്നായിട്ട് തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്തുടയണം. അപ്പോൾ അതുവരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. അത് കഴിഞ്ഞ് നമ്മൾ ഇനി ഇതിനകത്തേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മളവിടെ വേവിച്ച് വെച്ചിരിക്കുന്ന കടച്ചക്കയുണ്ട്. അപ്പം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി റെഡി ആയിട്ടാണ് നമ്മളിനി അത് ചേർക്കാൻ പോണേ. അപ്പം ഞാൻ ഇനി അടുത്തതായിട്ട് ഇതിനകത്തേക്ക് ആ കടച്ചക്ക വേവിച്ച് വെച്ചത് ആ വെള്ളത്തോടു കൂടിയാണ് ഒരല്പം വെള്ളത്തോടു കൂടിയാണ് ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാൻ പോണേ. അപ്പം ഞാൻ ഇതിനകത്തേക്ക് ആ വേവിച്ച് വെച്ചിരിക്കുന്ന കടച്ചക്ക ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. അപ്പം നമ്മൾ കടച്ചക്ക ചേർത്ത് കൊടുത്തു. അതിലല്പം വെള്ളം കൂടി ഉണ്ട് ആ വേവിച്ചതിൻ്റെ. അത് കുഴപ്പമില്ല. അപ്പം അതും കൂടി ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഈ കടച്ചക്ക നമ്മൾ 10 മിനിറ്റാണ് വേവിച്ചിട്ടുള്ളൂ. എങ്കിലും നമുക്ക് ഇനിയും വേവാനുണ്ട് കടച്ചക്ക. അപ്പം നമ്മൾ ഇതിനകത്തിട്ട് ഈ മിക്സിനകത്തിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ ഇനിയും ഒന്ന് അല്പസമയം കൂടി ഒന്ന് കടച്ചക്ക വേവിക്കണം. കാരണം ഈ കടച്ചക്ക ഒരുപാട് വെന്തുടഞ്ഞിട്ടില്ല. ആ വേവാത്ത മോഡലാണെന്നാണ് തോന്നണേ. അപ്പോൾ ഏതായാലും എനിക്ക് കടച്ചക്ക വേവ് പാകമല്ലാത്തത് കൊണ്ട് നമ്മളിനി ഇതിനകത്തേക്കിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് കുറച്ച് നേരം കൂടി ഒന്ന് വേവാൻ വെക്കണം. അപ്പോൾ ഇതിനകത്ത് പാകമായ വെള്ളം നമ്മളൊന്ന് നോക്കണം. വെള്ളം കുറവായതുകൊണ്ട് നമുക്ക് ഇതിനകത്തേക്ക് അല്പം വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മളൊന്ന് നോക്കിയിട്ട് അപ്പോൾ ഇതിനകത്തേക്ക് വെള്ളം കുറവാണ്. അപ്പോൾ ഞാൻ അതിനകത്തേക്ക് ആവശ്യമായ വെള്ളം കുറച്ചുകൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കാൻ പോവാണ്. വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് കുറച്ച് നേരം കൂടി ഒന്ന് ഇളക്കിയിട്ട് അടുത്തതായിട്ട് ചേർക്കാൻ പോകുന്നത് നമ്മളവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയുടെ കുറച്ചുകൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൂടി ചേർത്തിട്ട് ഞാനൊരു 15 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചു. വെന്ത് കഴിയുമ്പം അല്പം മല്ലിയില കൂടി തൂളിക്കഴിഞ്ഞാൽ നമ്മുടെ കടച്ചക്ക ഫ്രൈ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കടച്ചക്ക ഫ്രൈ ആണിത്. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണേ.